നമസ്കാരം. നമ്മളിന്ന് റേക്കിയുടെ ക്ലാസ്സിൽ ഒരുപാട് ആളുകൾ എന്നോട് ഒരു വിഷമം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇൻസോംനിയ, അതായത് ഉറക്കക്കുറവ്. ഉറക്കക്കുറവിന് റേക്കിയിൽ എന്താണ് എല്ലാ ദിവസവും നമുക്ക് സിമ്പിളായിട്ട് ഉറക്കക്കുറവ് മാറ്റിയെടുക്കാനുള്ള ഒരു ആൾട്ടർനേറ്റീവ്ലി നമുക്ക് ചെയ്യാനുള്ള റേക്കിയുടെ വഴി എന്താണെന്ന് നോക്കാം. അതേസമയത്ത് ഉറക്കക്കുറവ് മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ അസുഖങ്ങൾ കൊണ്ടോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക, മരുന്ന് കഴിക്കുക, ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് റേക്കി ചെയ്യുന്നത് എന്ന ഒരു ചിന്താഗതി പാടില്ല. റേക്കി ആൾട്ടർനേറ്റീവ്ലി ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രാണ എനർജി ടെക്നിക്ക് തന്നെയാണ്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റേക്കി. എന്നാൽ മറ്റു മരുന്നുകൾക്ക് പകരം വെക്കാനോ ശാസ്ത്ര ശാഖകൾക്ക് പകരം വെക്കാനോ ആണ് എന്ന് ചിന്തിക്കണ്ട. അങ്ങനെയുള്ള രീതിയിലല്ല, ആൾട്ടർനേറ്റീവ്ലി നമുക്ക് ഉപയോഗിക്കാം. ഇനി റേക്കിയുടെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഉറക്കക്കുറവിന്റെ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള വഴി. കാരണം ഇന്നൊരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഉറക്കക്കുറവ്. സ്ട്രെസ് ഉണ്ടാവാം, ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം, BP, ഹൃദയത്തിന്റെ പ്രോബ്ലംസ്, ഡിപ്രഷൻ, അങ്ങനെ മൈഗ്രെയിൻ, നമുക്ക് അസിഡിറ്റി വർദ്ധിക്കുക, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഈ ഉറക്കക്കുറവ് കൊണ്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് മാറ്റാൻ കഴിയുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് റേക്കി. വളരെ എഫക്റ്റീവാണ്. റേക്കി ഹീലിംഗ് വളരെ മിറാക്കിളാണ്. ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ ഒരു രീതി, സാധനാ പദ്ധതി തന്നെയാണ് റേക്കി. ഏതൊരാൾക്കും റേക്കി പഠിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ റേക്കിയിൽ നമുക്ക് എന്തൊരു കാര്യവും വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ റേക്കിയുടെ ഒരു രീതിയിൽ നമ്മൾ രാത്രി ശാന്തമായിട്ട് നമ്മുടെ ബെഡിൽ ഉറങ്ങാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കിടന്നു കഴിഞ്ഞാൽ, നമ്മള് റേക്കിയെ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ ശിഷ്യന്മാർക്കൊക്കെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പോനോ ചെയ്യണമെന്ന് പറയാറുണ്ട്. പോനോ ചെയ്ത ശേഷം നമ്മൾ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ശാന്തമായിട്ടൊരു ഗാഷോ മെഡിറ്റേഷൻ ചെയ്യുക. ഗാഷോ മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതിയൊക്കെ നമ്മളിവിടെ വളരെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശിഷ്യന്മാർക്കൊക്കെ ക്ലാസ്സിൽ കൊടുക്കാറുണ്ട്. ഗാഷോ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു വിഷ്വലൈസേഷനാണ്. സാങ്കല്പികമായിട്ട് ഒരു സങ്കല്പത്തിൽ ഒരു റേക്കി എനർജിയോട് കൂടിയിട്ടുള്ള റേക്കി എനർജിയുടെ ഒരു ബ്ലാങ്കറ്റ് നമ്മൾ പുതച്ചതായിട്ട് കാണുക. റേക്കി എനർജിയുടെ ബ്ലാങ്കറ്റ് പുതച്ചതായിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് പുതക്കുക. കൂട്ടത്തിൽ ആ ഒരു സാങ്കല്പികമായിട്ട് ബ്ലാങ്കറ്റ് പുതക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് ആഗ്രഹമാണെങ്കിൽ സാധാരണ റിയൽ ആയിട്ടുള്ള ബ്ലാങ്കറ്റ് പുതക്കുകയും ചെയ്യാം. ഒന്ന് പുതക്കുന്ന തീരെ ഇഷ്ടമല്ലാത്ത ചില ആളുകളുണ്ടെങ്കിൽ സാങ്കല്പികമായിട്ട് ഒരു റേക്കി എനർജി കൊണ്ടുള്ള ഒരു ബ്ലാങ്കറ്റ് പുതക്കുന്നതായിട്ട് കാണുക. ഇനി ഈ ബ്ലാങ്കറ്റിനകത്താണ് നമ്മൾ കിടക്കുന്നത്. നമ്മുടെ കൈയും കാലും ശരീരവും ഒക്കെ ബ്ലാങ്കറ്റിനകത്താണ്. റേക്കി എനർജിയുടെ ഒരു ബ്ലാങ്കറ്റിനകത്താണ് നമ്മൾ കിടക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബ്ലാങ്കറ്റ് റേക്കി എനർജിയുടെ എനർജറ്റിക്കൽ ബ്ലാങ്കറ്റിന് അകത്ത് വെച്ചിട്ട് നമ്മൾ ഈ ബ്ലാങ്കറ്റിലേക്ക് ഊർജവൽക്കരണം, റേക്കി ഊർജം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാറുണ്ട്, ഉറക്കക്കുറവ്, ഓർമ്മശക്തിയുടേത്, നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്ത് കളയാൻ, ശാന്തത, സമാധാനം ഒക്കെ കിട്ടുന്ന ഒരു റേക്കി സിമ്പലാണ് സേഹേക്കി. രണ്ടാമത്തെ ലെവലിൽ നമ്മൾ നേരത്തെ പഠിക്കുന്ന സേഹേക്കി. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പ്രത്യേക സീക്വൻസിലാണ് ഇവിടെ നമ്മൾ ചിഹ്നം വരക്കുന്നത്. ഗാഷോ മെഡിറ്റേഷൻ ചെയ്തു. ഈ ബ്ലാങ്കറ്റിനകത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ കിടന്നിട്ടാണ് ചെയ്യുന്നത്. ചോക്കൂറെ, സേഹേക്കി, ചോക്കൂറെ ചിഹ്നങ്ങൾക്ക് നമ്മൾ ഷോർട്ട് രീതിയിൽ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ CKR, SHK, CKR, ചോക്കൂറെ, സേഹേക്കി, ചോക്കൂറെ. ഈ ഒരു സീക്വൻസിൽ നമ്മൾ നന്നായിട്ട് റേക്കി ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് ഈ റേക്കി ബ്ലാങ്കറ്റിനകത്തേക്ക് നന്നായിട്ട് റേക്കി കൊടുക്കുക. നമ്മൾ ബ്ലാങ്കറ്റ് പുതച്ചിട്ടുണ്ട്, കിടന്നിട്ട് ആ ബ്ലാങ്കറ്റിനകത്തേക്ക് ഈ രീതിയിൽ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട്
നന്നായിട്ട് ആ റേക്കി ബ്ലാങ്കറ്റിനകത്തേക്ക് റേക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നന്നായിട്ട് നമുക്കൊരു അഫിർമേഷൻ കൂടി കൊടുക്കാവുന്നതാണ്. എനിക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു, കൃത്യമായ സമയത്ത് പുലർച്ചെ ഉറങ്ങി എഴുന്നേക്കാൻ സാധിക്കുന്നു, ഇന്ന് രാത്രി നന്നായി ഉറങ്ങാൻ സാധിക്കുന്നതിന്, ഫ്രഷായി രാവിലെ ഉറങ്ങി എഴുന്നേക്കാൻ സാധിക്കുന്നതിന് റേക്കി ശക്തിക്ക് നന്ദി, റേക്കി ബ്ലാങ്കറ്റിന് നന്ദി, എങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ നന്നായിട്ട് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് റേക്കി ഹീൽ ചെയ്യുക ഈ ബ്ലാങ്കറ്റിനകത്തേക്ക്. ശേഷം ഒരു 5 മിനിറ്റ് ഹീൽ ചെയ്ത ശേഷം ഹോൺഷാസി ഷോനൻ ചോക്കൂറെ ഈ രീതിയിലും കൂടി ഹീലിംഗ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഹീല് കൂടി കൊടുക്കുക. ഇതേ അഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഹീല് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഹീല് കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ റേക്കി ബ്ലാങ്കറ്റിൽ നൽകിയിരിക്കുന്ന റേക്കി എനർജിയും നമ്മളിൽ തന്നെ ആ ഫുൾ ഡേ നിലനിന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് കണ്ടിന്യൂസ്ലി ഹീല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സീൽ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഒരു വലിയ ഒരു ചോക്കൂറെ കൂടി ഒന്നുകൂടി മനസ്സുകൊണ്ട് ഇതുപോലെ വെച്ചിട്ട് ആ റേക്കി ബ്ലാങ്കറ്റിലേക്ക് ചോക്കൂറെ കൊടുത്തുകൊണ്ട് ചോക്കൂറെ ഡ്രോയിങ് ചെയ്ത് ചോക്കൂറെ സീൽ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ സീലും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് റേക്കി കൊടുത്ത ശേഷം ശാന്തമായി റിലാക്സ് ആയിട്ട് ഈ റേക്കി ബ്ലാങ്കറ്റ് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി എന്ന ഒരു ബോധത്തോടു കൂടി, ആ ഒരു അടിയുറച്ച വിശ്വാസത്തോടു കൂടി ഭക്തി നിർഭരമായിട്ട് 10, 9, 8, 7 അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്ത് 0 ആയിട്ട് അങ്ങനെ ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കാവുന്നതാണ്. ഈ ഒരു രീതി നമുക്ക് ഉറക്കക്കുറവുള്ള ഏതൊരാൾക്കും റേക്കിയുടെ ഈ ഒരു രീതി നമുക്ക് സ്വയം പരീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഈ ഈ സിമ്പല് കൊടുക്കുന്നതിലൊരു മാറ്റം എന്നത് റേക്കിയുടെ മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോക്കൂറെ, സെഹേക്കി, ചോക്കൂറെ എന്ന രീതിയിൽ നന്നായിട്ട് ഹീലിംഗ് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ ചോക്കൂറെ, സെഹേക്കി, ചോക്കൂറെ എന്നതിന് ശേഷം ഡൈക്കോമിയ കൂടി ആഡ് ചെയ്തിട്ട് ഹീൽ ചെയ്യാവുന്നതാണ്. അതേ സമയത്ത് 3rd ഡിഗ്രി പോവാത്ത 2nd ലെവൽ വരെയുള്ള ആളുകളാണെങ്കിൽ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ ഡൈക്കോമിയ ഒഴിവാക്കിയിട്ട് ഹീല് കൊടുക്കുക. ഇനി വെറും 1ാമത്തെ ലെവൽ മാത്രമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് റേക്കിയുടെ ലെവൽ 1 ദീക്ഷ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ സ്വാഭാവികമായിട്ടും യാതൊരു ചിഹ്നങ്ങളും ഉപയോഗിക്കാതെ ഈ അഫർമേഷൻ കൊടുത്തുകൊണ്ട് ഈ റേക്കി ബ്ലാങ്കറ്റിലേക്ക് നന്നായിട്ട് ഹീൽ ചെയ്തിട്ട് സീൽ ചെയ്തിരിക്കുന്നു എന്ന് 3 തവണ പറയുക കൂടി മാത്രം ചെയ്തുകൊണ്ട് ഇതേ രീതി അവലംബിച്ചുകൊണ്ട് നന്നായിട്ട് റേക്കി ഹീൽ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാവുന്നതാണ്. ഇതൊരു കുറച്ച് നാൾ ശീലിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഉറക്കക്കുറവ് എന്നുള്ള പ്രശ്നം മാറി കിട്ടുകയും ചെയ്യും. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റേക്കി ആൾട്ടർനേറ്റീവ്ലി കോംപ്ലിമെന്ററി ശരീരത്തെ ഊർജ്ജവൽക്കരിച്ചുകൊണ്ട് ശരീരത്തിലെ എനർജി ബ്ലോക്കുകളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്പിരിച്വൽ മെത്തേഡാണ്. അതേസമയത്ത് നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങൾ കാരണമൊക്കെ മരുന്ന് കഴിക്കുക, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം മരുന്നുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ റേക്കിയുമായിട്ടും മുന്നോട്ട് പോകേണ്ടത്. എല്ലാത്തിനും ഒഴിവാക്കിക്കൊണ്ടാണ് റേക്കി ചെയ്യേണ്ടത് എന്നല്ല. നമ്മൾ അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റേക്കി നിങ്ങൾ ഏതൊരു ശാസ്ത്രശാഖയിൽ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിലും അതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് റേക്കി നന്നായിട്ട് ഉപയോഗിച്ചിട്ട് വളരെയധികം ഗുണങ്ങൾ നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് റേക്കി ഹീലിംഗ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് റേക്കി ദീക്ഷ സ്വീകരിച്ച ഏതൊരാൾക്കും ഉപയോഗയോഗ്യമാണ്. അതുപോലെ റേക്കിയുടെ ദീക്ഷ സ്വീകരിക്കുന്നതിന്, റേക്കി പഠിക്കുന്നതിന് ഏതൊരാൾക്കും ബന്ധപ്പെടാവുന്നതാണ്. റേക്കിയുടെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഹീലിങ്ങും ഡിസ്റ്റൻസ് ആയിട്ടുള്ള റേക്കി ദീക്ഷയും റേക്കിയുടെ എല്ലാ ലെവലുകളും വളരെ ഡീപ്ലി, വളരെ ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സോട് കൂടി, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റേക്കി ദീക്ഷയോടുകൂടി, ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഗുരുനാഥന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ റേക്കി ദീക്ഷ പഠിപ്പിക്കുന്നതാണ്, ചാനലൈസ് ചെയ്ത് തരുന്നതാണ്. അങ്ങനെയുള്ള ഏതൊരാൾക്കും ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.